ബോൺ ഏഞ്ചലയെ നന്നായി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജെയിംസിന് അത് അത്രയ്ക്കങ്ങോട്ട് പിടിച്ചില്ല. ബോണിന് ഏഞ്ചലയിൽ ഒരു താല്പര്യമുള്ളതായി ജെയിംസ് ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ ഏഞ്ചലയെ ചേർത്ത് പിടിച്ച് ഏഞ്ചല തന്റേതാണെന്നുള്ള രീതിയിൽ ബോണിന് ജെയിംസ് ഒരു വാണിംഗ് നൽകി. അധികം വൈകാതെ തന്നെ ബോൺസിന് ആദ്യത്തെ ഫൈറ്റിനുള്ള അവസരമൊരുങ്ങി. തന്റെ എതിരാളിയുടെ ഓരോ നീക്കങ്ങളും ബോൺസ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു. കരുത്തനായ ഒരു ഫൈറ്ററായിരുന്നു ബോൺസിന്റെ എതിരാളി. പക്ഷേ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് രണ്ടേ രണ്ട് കിക്കിലൂടെ ബോൺസ് എതിരാളിയെ കീഴ്പ്പെടുത്തി. ബോണിന്റെ ഫൈറ്റിംഗ് എബിലിറ്റി കണ്ടതോടെ ബോണിന്റെ ഫൈറ്റ് പ്രൊമോട്ടറായി തുടരാൻ പിൻബോൾ ആഗ്രഹിച്ചു. ബോണിന് അതിലൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എത്രയും വേഗം തനിക്ക് ഹാമർമാനെ കീഴ്പ്പെടുത്തണം എന്നതായിരുന്നു ബോണിന്റെ ലക്ഷ്യം. തിരികെ മടങ്ങുമ്പോൾ കാറിൽ വെച്ച് ബോൺ ഏഞ്ചലയെ പറ്റി പിൻബോളിനോട് ചോദിക്കുന്നു. എന്നാൽ ഏഞ്ചലയെ തൊടാൻ നിൽക്കണ്ട, അപകടമാണ് എന്നായിരുന്നു പിൻബോളിന്റെ മറുപടി. പിന്നാലെ ഏഞ്ചലയെ പറ്റി വിശദീകരിക്കുന്നു പിൻബോൾ. ഏഞ്ചല പണ്ട് മാരീഡ് ആയിരുന്നു. എന്നാൽ ഏഞ്ചലയുടെ ഭർത്താവിനെ 3 കൊലപാതക കേസിൽ കുടുക്കി ജയിലിലേക്ക് അയക്കുകയാണ് ജെയിംസ്. ജയിലിൽ വെച്ച് ഏഞ്ചലയുടെ ഭർത്താവിനെ കൊലപ്പെടുത്തുന്നു. ഏഞ്ചല ജെയിംസിന്റെ കസ്റ്റഡിയിലായിരുന്നു. ഏഞ്ചല ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ഗർഭഛിദ്രം നടത്താൻ ജെയിംസ് ഏഞ്ചലയെ നിർബന്ധിച്ചു. കുറെ നാളുകൾ പിന്നീട് ഏഞ്ചലയെ പറ്റി വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഏഞ്ചല ജെയിംസിനൊപ്പം കാണപ്പെട്ടു തുടങ്ങി. അപ്പോഴേക്കും ഏഞ്ചല മയക്കുമരുന്നിന് അടിമപ്പെട്ടിരുന്നു.